بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആരാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശത്രു എന്ന് ചോദിച്ചാൽ, ഈമാനിന്റെ ശത്രു ആരോ അവനാണ് മുഅ്മിനിന്റെ ശത്രു. ഈമാനിന്റെ ശത്രുവായി ഖുർആൻ നമ്മുടെ മുന്നിൽ പ്രഖ്യാപിച്ചത് ശൈത്വാനെയാണ്, ശപിക്കപ്പെട്ടവൻ എന്നാണ് ഇതിനർത്ഥം. ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളും. അള്ളാഹു അവന്റെ എല്ലാ ശർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പിശാച് എന്ന് പറയും, ശൈത്വാൻ എന്ന് പറയും. ആമുഖമായി ഞാൻ പറയുന്നു, ദേഷ്യം വരുമ്പോ നമ്മൾ മക്കളെ ശൈത്വാൻ എന്ന് വിളിക്കാറുണ്ട്. എല്ലാവരും ഇല്ല, അങ്ങനെ ചിലർ അറിയാതെ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഉമ്മയോ വാപ്പയോ അങ്ങനെ വിളിക്കുന്നുവെങ്കിൽ ശപിക്കപ്പെട്ടവനെ എന്നാണ് വിളിക്കുന്നത്. അതൊരു ശാപം പോലെയാണ്. ആ ഒരു പ്രയോഗം ഒരിക്കലും പാടില്ല എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. ദേഷ്യം വരുമ്പോൾ പറയാനുള്ളതല്ല ശൈത്താൻ എന്ന വാക്ക്. അള്ളാഹു ഇബ്ലീസിനെ വിളിച്ച വർത്താനാണിത്. നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കാൻ പാടില്ല. ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു ധ്വനി, എന്തെങ്കിലും ഒരു ലാഞ്ചന നമ്മുടെ മക്കളിൽ കാണപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു ഓർമ്മ ഉള്ളിലുണ്ടാവണമെന്നത് നമ്മൾ ഇന്നത്തെ വിഷയത്തിന്റെ ആമുഖത്തിൽ തന്നെ ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ നഫ്സിനോട് ഞാൻ ഏൽപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശത്രു നാല് ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ, മുഫസ്സിരീങ്ങൾ നമ്മളുടെ ഈ 4 ശത്രുക്കളെയും കൃത്യമായി തന്നെ പറഞ്ഞു. അബുൽ ലൈസ് തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ 4 ശത്രുക്കളെ നമ്മൾ സൂക്ഷിക്കണം. ഫതഹ്താജു അൻ തുജാഹിദ മഅ കുല്ലി വാഹിദിൻ മിൻഹും. ആ 4 പേരോടും യുദ്ധം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. 4 ശത്രുവുണ്ട്. ഒന്നാമത്തേത് അദ്ദുനിയ, ദുനിയവിയായ ചിന്തകൾ, ദുനിയവിയായ താല്പര്യങ്ങൾ. ഒന്നാമത്തെ ശത്രുവാണത്. വഹിയ ഗറാറത്തുൻ മക്കാറത്തുൻ. ദുനിയാവ് ഒരു മനുഷ്യനെ വഞ്ചിക്കും എന്നാണ് ഇത് ഖുർആൻ പറഞ്ഞത്. ഒരു നിർമ്മാതാവ് ആ നിർമ്മാതാവ് ഉണ്ടാക്കിയ തന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അത് കൊള്ളൂല, അത് വഞ്ചിക്കപ്പെടാവുന്ന സാധനമാണ്, അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു നിർമ്മാതാവ് അല്ലാഹ് മാത്രമേ ഉള്ളൂ. നമ്മൾ പലതും നിർമ്മിക്കും. നല്ല പാചകം ചെയ്യുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ. ആ ഉണ്ടാക്കിയതിനെ, നിർമ്മിച്ചതിനെ ആരെങ്കിലും മറ്റൊരാൾ കുറ്റം പറയുന്നതിനെ സഹിക്കില്ല, പിന്നെയാണ് സ്വന്തം പറയാ. എന്ന അള്ളാഹു ഉണ്ടാക്കിയ ഈ ദുനിയാവിനെ പറ്റി അവൻ പറഞ്ഞു, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ ലോകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഒന്നാമത്തെ ശത്രു ദുനിയാവ്, അത് വഞ്ചിക്കും. രണ്ടാമത്തെ ശത്രു വീണ്ടും ഖുർആനിൽ ധാരാളം ആയത്തുകൾ അത് സംബന്ധമായി കാണാം. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ധാരാളം ആയത്തുകൾ സംബന്ധമായിട്ട് കാണാം, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശത്രു നഫ്സുക വഹിയ ശർറുൽ ഇദാ. മനസ്സിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പോകുന്ന ശരീരം. മനസ്സ് ആഗ്രഹിക്കാണ് നല്ല മഴ, ഒന്നങ്ങോട്ട് കിടന്നുറങ്ങാം. മനസ്സിന്റെ ആഗ്രഹമാണിത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ആവട്ടെ, അതിൽ കുറച്ചുകൂടി കഴിയട്ടെ, മനസ്സാഗ്രഹിക്കാണ്. ആ ആഗ്രഹിക്കുന്ന മനസ്സിനോടൊപ്പം സഞ്ചരിക്കുന്ന ശരീരമാണോ നമ്മുടേത്? എന്നാൽ ആ ശരീരം ശത്രുവാണ്.
ആ ശരീരം ശത്രുവാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അഅദാ അദുവിക നഫ്സുകല്ലതി ബൈന ജംബൈക, നിന്റെ ശത്രുക്കളിലെ ഏറ്റവും വലിയ ശത്രു നിന്റെ ശരീരം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ശരീരം ശത്രുവായി നമുക്കെതിരെ നാളെ സാക്ഷി പറയും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ അല്ലാഹുവിന്റെ മുന്നിൽ പറയും ഈ കൈ ചെയ്ത കാര്യങ്ങൾ. കൈ പറയുന്നതിന് ഞാൻ സാക്ഷിയാണ് അല്ലാ എന്ന് കാല് പറയും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ശത്രുക്കളിലെ ഏറ്റവും വലിയ ശത്രു കൂടെ ഉള്ളവൻ തന്നെ നമ്മള് തന്നെയാണ്, നമ്മുടെ ശരീര എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും കാണാം മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ ഖുർആന്റെ ആയത്തായിട്ട് കാണാം. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. മഹാനായ യൂസുഫ് നബി പറയുന്നുണ്ട്, ശരീരത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റൂല. ശരീരം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചീത്തയായ കാര്യം ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ശരീരത്തിന്റെ രീതി അത് തന്നെയാണ്. എന്റെ ശരീരത്തെ ഞാൻ ഒഴിവാക്കി പറയില്ല, എന്റെ ശരീരവും തെറ്റ് ചെയ്യാവുന്ന ശരീരമാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിനയത്തിന്റെ വാക്കുകൾ. ഈ ശരീരം അതിന്റെ താല്പര്യങ്ങളോട് ലയിക്കും. എപ്പോഴും അങ്ങനെയാണ്. മനസ്സങ്ങോട്ട് പോകണം, അങ്ങോട്ടാ ശരീരം പോവാം. മനസ്സങ്ങനെ പലതും പറയും, ശരീരം അതിനെ അവഗണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ ശരീരം ശത്രുവാണെന്ന് മഹാന്മാര് പറയാം. നമ്മുടെ മൂന്നാമത്തെ ശത്രു ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്വാനാണ്. സാധാരണ നമ്മൾ പറയാറുള്ള പിശാച് ജിന്ന് വർഗത്തിൽപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ഇന്ന ശൈത്വാന ലക്കും അദുവ്വ് ഫത്തഖിദുഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച്, ജിന്നുവർഗത്തിൽപ്പെട്ട പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് അപകടകരമായ നരക ജീവിതം വരാനുണ്ട്, അതേലേക്കാ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിപ്പെടല്ലേ എന്ന് ഖുർആൻ. നിങ്ങളുടെ ശത്രുവാണ്. മൂന്നാമത്തെ ശത്രു ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്വാൻ, പിശാചാണ്. നാലാമത്തെ ശത്രു മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ചില പിശാചുക്കൾ. മനുഷ്യരാണ്, എന്നാൽ പിശാച് ചെയ്യുന്ന പണി മറ്റാരുമല്ലാതെ അത് ചീത്ത കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകാരൻ, ചീത്തയായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സൗഹൃദം. അതാണ് മനുഷ്യവർഗത്തിലെ പിശാച് എന്ന് മഹാന്മാര് പഠിപ്പിക്കാം. ജിന്നുവർഗത്തിലെ പിശാചിനെക്കാളും ഇടങ്ങേറാണ് ഈ മനുഷ്യവർഗത്തിലെ പിശാചിനെ കൊണ്ട്. ജിന്നുവർഗത്തിലെ പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിൽ തോന്നിക്കലേ ഉള്ളൂ. മനുഷ്യവർഗത്തിലെ പിശാച് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടു വാടാ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് അതും നിന്റെ ശത്രുവാണെന്ന് മഹാന്മാര് പഠിപ്പിക്കാം. മനുഷ്യവർഗത്തിലെ പിശാച് അഭിമുഖ സംഭാഷണത്തിലൂടെയും അതുപോലെ തന്നെ ഇടപഴക്കത്തിലൂടെയും മനുഷ്യനെ വഴിതെറ്റിക്കും. ഈ 4 ശത്രുക്കളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ജിന്നുവർഗത്തിലെ പിശാചുണ്ടല്ലോ, ശൈത്താൻ, അവനെ പറ്റിയുള്ളതായ ചില സ്വാധീനങ്ങൾ, അവന്റെ ശത്രുതകൾ ഒന്ന് കരുതിയിരിക്കണം, നല്ലതാണ്. എപ്പോഴും അവനെ തൊട്ടുള്ള അഭയം തേടൽ എപ്പോഴും ഉണ്ട്. കാരണം അവൻ എവിടെയെല്ലാം നുഴഞ്ഞു കയറാൻ പറ്റുന്ന അവിടെ മുഴുവനും നുഴഞ്ഞു കയറും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, രക്തം സഞ്ചരിക്കുന്നിടത്തൂടെ ശൈത്വാന്, ഇബ്ലീസിന്റെ മക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റൂന്ന. അത്രയും സൂക്ഷ്മമായി ശരീരത്തിൽ ഇടം പിടിക്കാൻ അവന് കഴിയും. മാത്രമല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന നമ്മുടെ ശത്രു എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഏത് ജീവിയെയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. പിശാചിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ നമ്മൾ വലിയ പദവിയിലെത്തണം. എന്നാൽ തന്നെയും അവനെ കെട്ടിയിടാനേ പറ്റൂ, തല്ലിക്കൊല്ലാൻ പറ്റൂല. നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് സയൻസ് അതേക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റാത്തൊരു സാധനം ഇത്. വൈറസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വൈറസും പിശാചും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ് ഒരു ആധുനിക പഠനം നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നു. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 സ്വാധീനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് പിശാചിന്റേതാണ്, ഒന്ന് മലക്കിന്റേതാണ്. 2 സ്വാധീനം ഉണ്ടാവും നമുക്ക്. മലക്കിന്റെയും തിരിച്ചറിയാൻ പറ്റും, പിശാചിന്റെ തിരിച്ചറിയാൻ പറ്റും. മലക്കിന്റെ തിരിച്ചറിഞ്ഞാൽ അള്ളാഹിനെ സ്തുതി പറഞ്ഞ് പടച്ചവന്റെ അനുഗ്രഹത്തിന് വഴിപ്പെട്ടോളണം. പിശാചിന്റെ തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിനോട് കാവൽ തേടി ഒഴിവായി മാറിക്കൊള്ളണം. തിരിച്ചറിയാനുള്ള ബോധം അള്ളാഹു തരട്ടെ. തിരിച്ചറിയാനുള്ള ബോധം അള്ളാഹു തരട്ടെ. അത് വലിയ കാര്യം. അത്
രണ്ട് സ്വാധീനം നമ്മുടെ ഇടയിൽ വരും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്, ഇമാം നസായിയുടെ സുനനിലുണ്ട്, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ശൈത്വാനിൽ ഉമ്മതം ബിബ്നി ആദം വലിമലക്കിൽ ഉമ്മ. ആദം സന്തതിയിൽ മനുഷ്യരിൽ പിശാചിന് ഒരു പ്രത്യേക സ്വാധീനം ഉണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മലക്കിനും സ്വാധീനമുണ്ട്. ഈ മലക്കിന്റെ സ്വാധീനത്തിലേക്ക് നമ്മൾ പോവണേ. അതിനുള്ളതായ നന്മകൾ നമ്മുടെ കൂട്ടത്തിൽ മലക്കിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ശരീരം അതിലേക്ക് വഴുതി വീഴുന്ന രീതിയിൽ ഉള്ള സൽക്കർമ്മങ്ങൾ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റിയില്ല. അവര് എപ്പോഴും ഇബാദത്ത, എപ്പോഴും നന്മ ഉള്ളത്. പിശാച് നന്മയെ തടയുന്നവനാ. അങ്ങനെ വരുമ്പോ മലക്കിൻ്റെതായ സ്വാധീനങ്ങളിലേക്ക് വഴുതി വീഴാൻ വേണ്ടി ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തി മലക്കിന്റെ സ്വാധീനത്തിന്റെ അരികിൽ കൊണ്ടുവന്ന് വെക്കണം. ചെറിയ കാര്യമൊന്നുമല്ലത്. പിശാചിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഷർറായ കാര്യത്തെ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരില്ല. ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് കുറ്റബോധം തോന്നി, അള്ളാഹു അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്തോ, തെറ്റാണെന്ന് തോന്നിച്ചു, മലക്കിന്റെ സ്വാധീനമാണ്. നമ്മൾ തൗബ ചെയ്തു, ഇനി ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിശാചിന്റെ പരിപാടി എന്താ? ഒന്നും കൂടി അത് കൊണ്ടുവന്ന് മുന്നിൽ കാണിക്കും, പിന്നെയും കാണിക്കും, പിന്നെയും കാണിക്കും, പിന്നെയും കാണിക്കും. അങ്ങനെ പല പ്രാവശ്യം അവൻ ഈ ഷർറിനെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ പണി അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പല പ്രാവശ്യമാകുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ശൈലി. അവരുണ്ട് 10 പേര് 15 പേര് ഒന്നിച്ചാ നിൽക്കാം. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഒരു വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കണമെങ്കിൽ ആദ്യം ഒരാൾ പറയും, രണ്ടാമത്തെ ആള് പറയില്ല, കയ്യിൽ പിടിക്കും, എന്നിട്ടൊന്ന് ചിരിക്കും. മൂന്നാമത്തെ ആള് ആ സംഘത്തിൽ ചേരാൻ വേണ്ടിയിട്ട്, ഞാൻ ഏത് സംഘം എന്ന് പറയുന്നില്ല, വീണ്ടും മൂന്നാമത്തെ ആളും പറയും. നാലാമത്തെ ആള് പറയും, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെറുതാക്കിയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ആള് പറയുമ്പോഴേക്ക് ഈ പറഞ്ഞ 4 പേര് മട്ടോടും. ഈ ആള് കുടുങ്ങും. അവസാനം അവര് പറയുന്നതിൽ പെട്ടുപോകും. ആവർത്തനം കൊണ്ട് ഒരു മനുഷ്യൻ ഒരു കെണിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാപ്പിൽ വീഴും. പിശാചിന്റെ പണി എന്ന് പറഞ്ഞാൽ ഷർറായ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവരില്ല. ഇന്നലെയും അതേ നേരായപ്പോ ആ തോന്നിയത് ഇന്നും തോന്നിക്കും. ഇപ്പൊ ഇവിടെ ആരുമില്ല, ഒരു ഹറാമ് ചെയ്ത് ആരും അറിയില്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബ്ലഡിലൂടെ പിശാച് സഞ്ചരിക്കുമെന്ന് പുണ്യനബി. ഒരു മദ്യപാനി ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ ഹറാമാണല്ലോ അത്. എന്താണ് മദ്യപാനം? മീഥൈൻ ആൽക്കഹോള് ബ്ലഡിൽ കലരലാണ്. ബ്ലഡ് എന്നത് മനുഷ്യനിൽ ചിന്ത ഉണർത്തലാണ്, താല്പര്യമുണ്ടാക്കലാണ്. ആ താല്പര്യത്തെ സമയബന്ധിതമായി ബ്ലഡിന്റെ പ്രവർത്തനം കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും താല്പര്യം. ഇന്നലെ 4 മണിക്ക് ഡ്രഗ്സ് ഉപയോഗിച്ച ആള് ഇന്ന് 4 മണിയാവുമ്പോൾ അവന്റെ ശരീരം അതിലേക്ക് ആഗ്രഹം വരും. അത് യഥാർത്ഥത്തിൽ ബ്ലഡിൽ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ബ്ലഡിൽ നിന്ന് മീഥൈൻ ആൽക്കഹോൾ വലിച്ചു കളയലാണ് മദ്യപാനത്തിനെതിരെയുള്ള ഒരു പ്രധാന ചികിത്സ. എന്നാൽ പുണ്യനബി പഠിപ്പിച്ചു, ഈ തോന്നിപ്പിക്കുന്ന പണി മനുഷ്യന്റെ ബ്ലഡിലൂടെ നടത്താൻ ഇന്ന ശൈത്വാന യജ്രി മിൻ അഹദികും മജറദ് ദമി റവാഹു തുർമുദി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബ്ലഡിലേക്ക് പിശാച് അങ്ങോട്ട് കയറാണ്. അപ്പോൾ എളുപ്പമായി അവൻ അതിലൂടെ തുഴഞ്ഞു നടക്കാനുള്ള തോണിയും പങ്കായവും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് സ്വാധീനിക്കാൻ എളുപ്പമായി. ആ ശരീരം, ആ ബ്ലഡ്, ആ മനസ്സ് ആഗ്രഹിക്കുന്ന ബ്ലഡ് പോകുന്ന കാര്യങ്ങളിലൂടെ അങ്ങനെയുണ്ട്. ലാ തജ്ലു അലൽ മഗീബാത്ത്, ആ ഹദീസിന്റെ തുടക്കം അങ്ങനെയാണ്. ദുഷിച്ച ചിന്തയുമായിരിക്കുന്ന ആണിന്റെയോ പെണ്ണിന്റെയോ അടുക്കൽ നിങ്ങൾ വെളിവാവല്ലേ. ജലായജ്ലു എന്ന് പറഞ്ഞാൽ പോകല്ലേ എന്നല്ല, വ്യഭിചരിക്കണം എന്ന് നെയ്യത്താക്കിയിരിക്കുന്ന ആണും പെണ്ണും ഉണ്ടാവും. ആണ് അങ്ങനെ വേറൊരിടത്ത്, പെണ്ണ് വേറൊരിടത്ത്. അങ്ങനെയുള്ളവരുടെ കൺമുന്നിൽ നിങ്ങളുടെ നിഴൽ വെട്ടം കാണല്ലേ, അത്രയും നിങ്ങൾ അകന്ന് പോണേ. അവൻ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുത്, അവൾ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുത്. ഹദീസിൽ പറഞ്ഞത് പെണ്ണിനെയാണ്. എന്തുകൊണ്ട്? വ്യഭിചാരമോഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഹറാമിയത്ത് ചിന്തിക്കുന്ന ആളുടെ നിഴൽ വട്ടത്തിൽ നിങ്ങൾ എത്തിപ്പെടല്ലേ. എന്താ എത്തിപ്പോയ? ബാക്കി പറഞ്ഞില്ല.
ഹദീസിൽ ബാക്കി പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പിന്നെ പറഞ്ഞത്, ഹദീസിൽ ബാക്കി പറഞ്ഞത് ശൈത്താൻ ബ്ലഡിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനർത്ഥം താല്പര്യം ഉണ്ടാക്കാം. ആ ഏരിയയിലേക്കാണ് പോണെങ്കിൽ വേഗം ശൈത്താൻ ആ പരിസരത്ത് എവിടെ ഉണ്ടാവും, അവൻ നേരെ നമ്മുടെ ബ്ലഡിലേക്ക് കയറും. വേഗം കയറാൻ പറ്റും. എങ്ങനെ ഉസ്താദ് ബ്ലഡിൽ കയറാൻ? ഞാൻ ചോദിക്കട്ടെ, ചെരുപ്പിടാതെ ബാത്റൂമിൽ പോയാൽ ബാക്ടീരിയ ശരീരത്തിൽ കയറും, മറ്റു സാധനങ്ങൾ കയറും, രോഗാണുക്കൾ കയറും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെ കയറും? നമ്മൾ കണ്ടോ? കണ്ടില്ല. എന്തിനേറെ നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ അകത്തേക്ക് പോയത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്തൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ചെറിയ വിരല് വായിലിട്ട് ശരിക്കും നനച്ചിട്ട് പ്ലഗിന്റെ അകത്തേക്ക് അങ്ങ് വെച്ച് സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാത്തൊരു സാധനം നമ്മൾ അടിക്കും. എന്താണിത്? വൈദ്യുതി. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തൊന്നും ഇല്ലാന്നില്ല. കാണാത്ത എത്ര കാര്യങ്ങളുണ്ട്, അതൊന്നും ഇല്ലാന്നാണോ? അല്ല. പിശാച് അങ്ങനെ കയറുമെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രശ്നം തന്നെയാണ് സയൻസും പറഞ്ഞത്. ബ്ലഡ് വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണ് പരസ്ത്രീ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണിയോ വൈറസാണ് HIV. വ്യഭിചാരം, പരസ്ത്രീ ബന്ധം കൊണ്ട് ഉണ്ടാകുന്ന രോഗം AIDS, എയ്ഡ്സ്. അത് ബ്ലഡിന്റെ പ്രതിരോധ ശക്തി അങ്ങ് നശിച്ചു പോവാണ് ഈ വൈറസ് അങ്ങ് കയറിയിട്ട്. ഇന്ന ശൈത്വാന യജ്രി മിൻ അഹദികും മജ്റദ് ദമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ പിശാചിന് കഴിയും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ശർറായ കാര്യത്തെ മനുഷ്യന്റെ മുന്നിൽ ആവർത്തിച്ച് കൊണ്ടുവരലാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു 4 മണി സമയം ഞാനൊരു ചായ കുടിച്ചു പോയതാണ്. ആ വീട്ടിൽ ചെന്നപ്പോ അവരെന്നോട് പറഞ്ഞു, ആ വീട്ടിൽ മുൻവശത്ത് ആദ്യം കണ്ട കാരണവർ പറഞ്ഞു, ഉസ്താദ് ഒരു ചായ കുടിച്ചല്ലേ? വേണ്ട. അപ്പൊ രണ്ടാമത്തെ ആള്, ആ വീട്ടിലെ മൂത്ത മകന ഇറങ്ങി വന്നു. അസ്സലാമു അലൈക്കും ഉസ്താദ്, എന്താ വിശേഷം? ഉസ്താദിന് ചായ എടുത്തേ? വേണ്ട. ഇപ്പൊ എത്ര ചായ? 2. രണ്ടാൾട്ടെ വേണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് ആ വീട്ടിലെ വേറൊരു മകൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഒരു ചായ കുടിക്കല്ലേ ഈ നേരല്ലേ? ഞാൻ പറഞ്ഞു, കുടിച്ചാ വേണ്ട. മൂന്നാമത്തെ ആള് ആവർത്തിച്ചു, എന്താവും? 4-മത്തെ ആള് പറയാൻ നിൽക്കല, എന്തെങ്കിലും ആവട്ടെ ഒരു ചായ. ഈ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നോടത്ത് നമ്മൾ വീണുപോകും. കാരണം നമ്മുടെ ശരീരം അങ്ങനത്തതാ. കല്യാണ വീട്ടിൽ ചെന്നു, വയറ് നിറഞ്ഞു, എന്നാലും ആ വിളമ്പുന്ന ആള് സ്നേഹത്തോട് ചോദിക്കും, എന്തേ ചുരുടി ചോറിടല്ലേ? വേണ്ട, കുറച്ചുകൂടി അന്നായിക്കോട്ടെ അല്ലേ? ഇത് നമ്മുടെ ബോഡിയുടെ പ്രശ്നമാണ്. ആവർത്തിച്ചാൽ അതിലേക്ക് വീണുപോകും. എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് ആവശ്യപ്പെട്ട് അത് നേടിയെടുക്കണമെങ്കിൽ സാധാരണ ഭാര്യമാർ ആ റോള് ഭംഗിയായിട്ട് ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ വീട്ടിൽ പോകട്ടെ, വരണ ഞായറാഴ്ച. വേണ്ട. അപ്പോ കുറച്ച് ചോറിയിട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല ഹാലായിരിക്കണമെങ്കിൽ ചിരിക്കുകയാണെന്നുണ്ട്. എന്തെങ്ങനെ ചിരിക്കണേ? ഒന്നുമില്ല, അങ്ങനെ. എന്നാ ഇപ്പൊ ഞായറാഴ്ച ഞാൻ പോവല്ലേ? വേണ്ട. ആ വേണ്ടാടെ ആദ്യത്തെ വേണ്ട അല്ല, ഇപ്പൊ രണ്ടാമത് പറയും ശക്തി കുറഞ്ഞു. എന്തേ? ഈ ആവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ശരീരത്തിനൊരു പ്രശ്നമുണ്ട്, അതിലേക്ക് പോകും. പിശാചിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ശർറായ കാര്യത്തെ ആവർത്തിച്ചു കൊണ്ടുവരലാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ആവർത്തിച്ച് പറയുന്നത് ഷർറാണെന്ന് നമുക്കറിയാം, ഹക്ക് അല്ലാത്തതാണെന്നും അറിയാം. പക്ഷെ ഹക്കിനെ അവഗണിച്ചു പോകും, പെട്ടുപോകും. ഖാല റസൂലുള്ളാഹി. മലക്കിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഖൈർ ചെയ്യാൻ അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ശരീരത്തിനൊരു സ്വഭാവമുണ്ട്, അത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ഷെറിലേക്ക് പോവുള്ളൂ. ബലം പിടിച്ചാൽ മാത്രമേ അല്ലെ? ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ബലം പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോ ബലം പിടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണ് തുറന്നിരിക്കുന്നത്. നമ്മളൊരു ചെറിയ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. നമ്മൾ ബലമൊക്കെ വിട്ടിങ്ങനെ ഉറക്കത്തിലേക്ക് പോകുമ്പോ എല്ലാ ഭാഗവും ബലം പിടിക്കൽ തീർന്ന്, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ബലം പോവും. കൺപോളകളിൽ കൊടുക്കുന്ന ചെറിയ ബലം കൊടുക്കൽ മാറും, ഓട്ടോമാറ്റിക്കലി കണ്ണ് അടയും. എവിടെയും ഒരു ചെറിയ ബലം കൊടുക്കൽ നമുക്ക് ഉണ്ട്. ചിരിക്കുമ്പോൾ, വർത്താനം പറയുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോ മിക്കവാറും വായ തുറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഈ നാവ് എന്ന് പറയുന്നത് വായ്ക്കകത്ത് ഒതുങ്ങൂല, ശരിക്ക് അത് ബലം പിടിച്ച് ഒതുക്കിയിട്ടിരിക്കാം. ഒരു മനുഷ്യൻ
തൂങ്ങി മരിച്ചതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ രീതിയിൽ അവന്റെ മരണം കണ്ടാൽ, മരിച്ചു കിടക്കുന്ന ശരീരം എന്തായാലും ഇപ്പൊ ആ ബോഡി ബലം പിടിച്ചിരിക്കല്ലോ, സ്വാഭാവികമായി നാവ് പുറത്തേക്കാടും. അതൊരു ബലം പിടിച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന മയ്യത്തിന്റെ താട കെട്ടുന്നതിന്, മയ്യത്തിന്റെ താട കെട്ടുന്നത് പല്ല അടഞ്ഞു കൂടിയിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആര് പുറത്തിയാടും? നാവ് പുറത്തിയാടും. ചുണ്ടുകളെ പരസ്പരം കൂട്ടി മുട്ടിച്ച് വെച്ചത് ഒരു ബലം പിടുത്താണ്. ബലം പിടിച്ചിട്ട് ചുണ്ട് രണ്ടും അകന്നിരിക്കുള്ളൂ. നമ്മളൊരു ചെറിയ ബലം കൊടുക്കലുണ്ട് അവിടെ. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ചുണ്ടിന്റെ മുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് വെക്കാറുണ്ട്? പഞ്ഞിങ്ങനെ വെച്ച് കാണാറുണ്ട്. അപ്പൊ ഈ ബലം കൊടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തിൽ വേണം. ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി വഴുതി പോകുന്നത് പിശാചിന്റെ പാത്രത്തിലേക്കാ. ആ ഭാഗത്തേക്ക് ഇറക്കാണ്, ഇറക്കം സ്ലോപ്പാണ്. മലക്കിന്റെ ഭാഗത്തേക്ക് കയറ്റമാണ്, അങ്ങോട്ട് തള്ളിക്കയറ്റണം. ഇത് മലക്കിനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മലക്ക് ചോദിച്ചത്, എന്തിനാ റബ്ബേ പിശാചിന്റെ വഴിയിലേക്ക് പോണ ഇവനെ നീ പടക്കുന്നത്? ഈ മനുഷ്യൻ നിനക്ക് അമല് ചെയ്തിട്ട് വേണം, ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം. പക്ഷെ മലക്കിനെ അറിയാമെന്നവിടെ ഉണ്ടല്ലോ. മലക്കിനെ അറിയാവുന്നതിൽ നിന്ന് മലക്ക് പറഞ്ഞു, മലക്കിനെ അറിയാവുന്നത് അല്ലാത്തത് എനിക്കറിയാം. ആ അല്ലാത്ത എന്തോ ആണ് നമ്മളെ പടച്ചതിന്റെ കാരണം. അള്ളാഹു നമുക്ക് നല്ലത് തരട്ടെ. മനസ്സിലാവുന്നുണ്ടോ? പിശാച് നമ്മളെ പിടിക്കാനുള്ള എല്ലാ കെണിയും വലയോ ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. പെട്ടുപോകും ഒരാള് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത്ഭുതമാം. മഹാനായ ഈസാ നബി പറയാറുണ്ട്, ഒരാൾ നരകത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. ഒരാൾ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണെന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാം. ഇത് ബലം പിടിച്ച് കൊണ്ടുവരണം, പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവരണം. നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ശത്രുക്കൾ 4 പേരാണെന്ന് പറഞ്ഞു. 4 പേരോടും ആ 4 പേരോടും നീ ബലം പ്രയോഗിക്കൽ, യുദ്ധം ചെയ്യൽ നിനക്ക് നിർബന്ധ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിശാചിന്റെ സ്വാധീനം ഒരു മനുഷ്യന് ബോധ്യപ്പെടും. ആ സമയത്തുണ്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹുവോട് കാവൽ തേടണേ. ഞാൻ അങ്ങോട്ട് പോവൂല എന്ന് തീരുമാനിച്ചതായിരുന്നു. അള്ളാഹുവേ, ഈ തെറ്റ് ഞാൻ ചെയ്യൂല എന്ന് ഞാൻ ശപഥം ചെയ്തതായിരുന്നു. ഇപ്പൊ എന്നെ അത് നിർബന്ധിക്കുന്നത് പിശാചാണ്. അല്ലാ, നീ എന്നെ ഒഴിവാക്കണേ എന്ന് അപ്പൊ തന്നെ ദുആയിരുന്നോ നബി മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്യൂലെന്ന് തീരുമാനിച്ചത് അവൻ പിന്നെയും ആവർത്തിക്കും. കല്യാണ വീട്ടിൽ ചോറ് വിളമ്പണ മാതിരി ഇപ്പൊ നമ്മൾ പെട്ടു. അങ്ങനെ ഒരു ബോധ്യപ്പെടൽ വന്ന അപ്പൊ തന്നെ ദുആ ചെയ്തേക്കണേ, അപ്പൊ തന്നെ ദുആ ചെയ്തേക്കണേ. ഇനി കേട്ടോളൂ, മലക്കിന്റെ സ്വാധീനം നമുക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണെന്നറിയുമോ പ്രിയമുള്ളവരെ? ഒരാള് നമ്മുടെ മുന്നിൽ ഒരു സങ്കടം പറഞ്ഞു വന്നു. അവന് സദഖയായി 250 രൂപ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ആലോചിച്ചു, അൽഹംദുലില്ലാ, ഈ ആഴ്ചയില് മക്കള് ഫോൺ ചെയ്തപ്പോ പറഞ്ഞു ഗൾഫിലുള്ള ബിസിനസ് ഒക്കെ നല്ല അഭിവൃദ്ധിയിലാണ്. അടുത്ത ആഴ്ച ഉമ്മക്ക് ഞാനൊരു 10,000 രൂപ വേറെ അയക്കുന്നുണ്ട്. അത് വേണ്ട മോനെ, എല്ലാം ഇരിക്കട്ടെ ഉമ്മ. അങ്ങനൊക്കെ അള്ളാഹു തൗഫീഖ് കേട്ടെ. എന്താ ആമീൻ പറയുന്നതിന്റെ ഒക്കെ ഒരു ശക്തി കുറവാ കൂടുതലോ? പിള്ളേർക്ക് തരാൻ തോന്നണേ. അപ്പൊ നമ്മൾ ആലോചിച്ചു, 250 കൊടുത്ത വേണ്ട 500 ആയിക്കോട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്ത് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ഉണ്ടല്ലോ. 1,00,000 രൂപ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആ ട്രീറ്റ്മെന്റ് എനിക്ക് വളരെ തുച്ഛമായ രീതിയിൽ ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോ അള്ളാഹു എളുപ്പമാക്കിയല്ലോ. ആ രോഗമില്ലല്ലോ. തോന്നാറില്ല, എന്നാൽ കൊടുത്തേക്കാം. ആ തോന്നല് മലക്കിന്റെ സ്വാധീനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കിന്റെ ആ സ്വാധീനം ബോധ്യപ്പെട്ടാൽ
ഉടനെ പറയേണ്ട ദിക്റാണ് അൽഹംദുലില്ലാഹ്. ഏതാ ദിക്ർ? അൽഹംദുലില്ലാഹ്. അവൻ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ പറയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി. മലക്കിന്റെ സ്വാധീനം നമുക്ക് ബോധ്യപ്പെട്ടാൽ അപ്പൊ പറയേണ്ട ദിക്റാണ് അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് പറയുന്നതെന്നറിയുമോ? ഇബ്ലീസിന് നമ്മോട് വെറുപ്പ് തോന്നും അത് പറയുമ്പോ. ഇബ്ലീസ് 14,000 കൊല്ലം അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റിലും നടന്നവനാ. 14,000 കൊല്ലം അവൻ കഅബക്ക് തവാഫ് ചെയ്തവനാ. 80,000 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവനാ. 20,000 കൊല്ലം ഇബ്ലീസ് മലക്കുകൾക്ക് വഅദ് പറഞ്ഞവനാ. സ്വർഗത്തിന്റെ കാവൽക്കാരനായി 30,000 കൊല്ലം ഇബ്ലീസ് ഉണ്ടായിട്ടുണ്ട്. 80,000 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. ഒറ്റ ഇബാദത്തിലും ഇബ്ലീസ് പറയാത്ത വചനമാണ് ഏത് ദിക്ർ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ലൊരു മറത്തും. വഹബന്നവർ പറയുന്നു പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നതല്ലൊരു കാലവും ഈ കുഴിയിലേ. ആദം നബിയെ പടച്ച ഉടനെ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ വചനമേതാ? അൽഹംദുലില്ലാഹ്. നമ്മുടെ ഒരു തുടക്കം എപ്പോഴും എന്താ? ഉദാഹരണം, ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന വിശ്വാസിയോട് പറയാൻ പറഞ്ഞതെന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഖുർആൻ എടുത്ത് തുറന്നു വെച്ചു. ചട്ട തുറന്നാൽ ആദ്യം കാണുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആദ്യത്തെ ആയത്ത് ഏതാ? ബിസ്മി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്ലീസിന് ദേഷ്യം വരും, അകന്നങ്ങ് പോയിക്കോളും. ഈ ദിക്ർ കൊണ്ട് ഇബ്ലീസ് ഓടും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തും. റബ്ബിന്റെ സ്നേഹമുണ്ടാകും. മലക്കിന്റെ കാവലുണ്ടാവും. കാരണം മലക്കുകൾ ഇതിങ്ങനെ പറയാൻ തന്നെ. മലക്കുകൾ എന്ന് പറഞ്ഞത് നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നുസബ്ബിഹു ബിഹംദിക. അല്ലാഹുവേ, മനുഷ്യനെ പടക്കേണ്ട അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലാൻ ഞങ്ങളുണ്ട്. നീ ഇനി അതിനു വേണ്ടിയിട്ട് മനുഷ്യനെ പടക്കണ്ട. അപ്പൊ മനുഷ്യനെ പടച്ച ഉടനെ മനുഷ്യൻ എന്ത് പറഞ്ഞിരിക്കണം? അതാണ് ആ മനുഷ്യൻ ആദ്യം പറഞ്ഞത്. അല്ലാഹു ഒരു തുമ്മല് കൊടുത്തു. നമ്മുടെ ഉപ്പാദം അലൈഹിസ്സലാമിന്റെ പവർ നോക്കണേ. മഹാനവറുകൾ ഒരു തുമ്മലങ്ങ് തുമ്മി. പിറന്ന ഉടനെ ആദം അലൈഹിസ്സലാം ഒന്ന് തുമ്മി. തുമ്മിയപ്പോ എന്ത് പറഞ്ഞു പോയി? അൽഹംദുലില്ലാഹ് പറഞ്ഞു പോയി. അൽഹംദുലില്ലാഹ് പറഞ്ഞു പോയി. മലക്കുകളെ, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവുണ്ട്, ആ അറിവല്ല എന്റെ അറിവ്. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ആദം അൽഹംദുലില്ലാഹ് പറഞ്ഞു. وعلم آدم الأسماء كلها ثم عرضهم على الملائكة. എന്നിട്ട് ആദം അലൈഹിസ്സലാമിന് അല്ലാഹു വസ്തുനാമങ്ങൾ മുഴുവനും പഠിപ്പിച്ചു. വസ്തുനാമം എന്ന് പറഞ്ഞാൽ സൃഷ്ടിനാമം. എല്ലാ ഭാഷയും പഠിപ്പിച്ചു എന്ന് പറയാം. ഏതൊരു സാധനത്തിനും അതിൻ്റെതായ ഒരു പേരുണ്ട്. ആ പേരുകൾ ഏത് ഭാഷയിലും ഉണ്ടാകാം. അത് പര്യായ പദങ്ങളിലുണ്ടാവാം. 20,000 കൊല്ലം ഇബ്ലീസിന്റെ മുന്നിൽ പോയിരുന്നിട്ട് അന്ന് മലക്ക് കേൾക്കാത്തത്, ഇന്റർവെൽ ഇല്ലാത്ത ക്ലാസ്, പീരീഡ് മാറാത്ത ക്ലാസ്, തുടങ്ങിയാൽ തീരുന്നവരെ ദീർഘനേരം ഇരിക്കേണ്ട ക്ലാസ്, ഇബ്ലീസിന്റെ ക്ലാസ്സിൽ മലക്കുകൾ പങ്കെടുത്ത 20,000 കൊല്ലത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്തത് ആദം നബി പറയാൻ തുടങ്ങി. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة. ഇൽമുള്ള ആദമിനെ കാണിച്ചു.
ഇൽമു കൊണ്ട് പിശാചിനെ അകറ്റി നിർത്താൻ പറ്റുമേ? ഇൽമുള്ള ആളെ പിശാചിന് പേടിയാ. സംഭവം പറയാം, മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഇബ്ലീസ് ഒരാള് പള്ളിയിൽ നിസ്കരിക്കുന്നത് കണ്ടു. ആ പള്ളിയിലേക്ക് ഇബ്ലീസ് കയറി. മഹാനായ ഒരു സൂഫി നിരീക്ഷിച്ചു കൊണ്ടിരിക്ക, പിശാചാണ് വന്നതെന്ന് ബോധ്യമായി. അതേ പള്ളിയുടെ മൂലയിൽ ഒരു ആള് കിടന്നുറങ്ങുന്നു. ഇബ്ലീസ് ആവട്ടെ, നിസ്കരിക്കുന്നവൻ ഇബ്ലീസിന് ഒരു വീക്ക്നെസ് ആണ്. നമ്മുടെ വിഷയം പറയുന്നുണ്ട്, നിസ്കരിക്കുന്നവൻ ഇബ്ലീസിന് ഒരു വീക്ക്നെസ്, വലിയ ഇഷ്ട. ആരെ? നിസ്കരിക്കാത്തവനല്ല. ആരെ? നിസ്കരിക്കുന്ന ഒരാളെ കിട്ടി അവിടെ പോയി കളിക്കല്, അവിടെ പോയി അവൻ്റെതായ എല്ലാ വേലകളും അവൻ കാണിക്കും, വലിയ ഇഷ്ട. ഇബ്ലീസ് പള്ളിയിലേക്ക് കയറിയിട്ട് നിരന്തരമായി ദീർഘമായി നിസ്കരിക്കുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് പോകുന്നേയില്ല. ഉറങ്ങിക്കിടക്കുന്ന ആളുടെ അടുത്ത് വന്നിരുന്ന് കൊതുക് കയറാതെ, ഈച്ച കയറാതെ തട്ടിയും തലോടിയും കാറ്റുകൊടുത്തും ശല്യങ്ങളില്ലാതെ സുഖനിദ്ര കൊടുക്കുന്നു. ആർക്ക്? ഉറങ്ങണക്ക്. അപ്പൊ ചോദിച്ചു, നീ എന്ത് പരിപാടി കാണിക്കണേ? ആ നിസ്കാരക്കാരൻ അവിടെ ഉണ്ടായിട്ട്, എടോ അതൊരു സാധാരണക്കാരനാ, അയാള് അറിവുള്ള ആളല്ല. അയാളെ എപ്പ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചീത്തയാക്കാം. പക്ഷേ ഈ ഉറങ്ങുന്ന ആള്, അയാൾ ഒരു ആലിമ. ഈ ആലിമ എഴുന്നേറ്റാൽ ആലിമിന് ആബിദിനെക്കാളും പവറല്ലേ? ആലിമിന് ഇബ്ലീസിനെ പിടിച്ചു കെട്ടാനുള്ള വഴികൾ അറിയാം. അതുകൊണ്ട് ആലിമിന്റെ ഉറക്കമാണ് ആബിദിന്റെ ഇബാദത്തിനേക്കാളും എനിക്ക് പ്രാധാന്യം. ആലിം ഉറങ്ങട്ടെ, 10 മിനിറ്റ് കൂടി കിടന്നു കഴിഞ്ഞാൽ അത്ര ആളെ കുറച്ചാണല്ലോ കാണുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ വീട്ടിലേക്കാ പോവുള്ളൂ. അതുകൊണ്ട് ഇൽമുള്ളവനെ പേടിയായ ഇബ്ലീസിന്. അള്ളാഹു നല്ല ഇൽമ് തരട്ടെ. ഇൽമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹിനെ പേടിയുള്ള ഇൽമ വേണം. അള്ളാഹിനെ പേടിയുള്ള ഇൽമ വേണം. നാഫിയായ ഇൽമെന്ന് പറയും. അതുണ്ടെങ്കിൽ ആള് രക്ഷപ്പെട്ടു എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ ഇൽമ വേണമെന്ന് ദ്വാരുന്നിട്ടില്ല. ഇൽമ എവിടെയും കിട്ടും, ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ ഇൽമ കിട്ടും. നാഫിയായ ഇൽമ, ഉപകാരമുള്ള ഇൽമ അള്ളാഹു തരട്ടെ. ഏതായാലും ഇബ്ലീസിന്റെ അടുത്ത് നിന്ന് മലക്കുകൾ പഠിച്ചത് അല്ല ആദം നബി പറഞ്ഞത്. ഇൽമുള്ള ആദം ഇബ്ലീസ് കവർ ചെയ്യാത്ത വലിയ വലിയ തിയറികൾ പറയുന്ന ആദം ആലിമാണ്. ആലിമിനെ ബഹുമാനിക്കുക എന്നത് അള്ളാഹു മലക്കുകളുടെ മുന്നിൽ ഒരു അദബായി പഠിപ്പിച്ചു. ആ അദബിന്റെ ഭാഗമായി സുജൂദ് കൽപ്പിക്കപ്പെട്ടു. ആലിമായ മനുഷ്യൻ, പച്ച മനുഷ്യൻ, ഒരു സാധാരണ ഈ മാറ്റങ്ങളൊന്നുമില്ലാത്ത അടിസ്ഥാന രൂപമായ മനുഷ്യൻ ചീത്തയാവാനാ സാധ്യത. അത് മലക്ക് മനസ്സിലാക്കിയോണ്ടാ മലക്ക് പറഞ്ഞത്, പടച്ചോനെ ഇവൻ കുഴപ്പക്കാരനാ, ഭൂമിയിലേക്ക് സൃഷ്ടിക്കണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ ഇൽമു കൊണ്ട് നന്നായ മനുഷ്യൻ നല്ല മനുഷ്യനാ. മലക്കിന്റെ മുകളിലപ്പ ആ മലക്ക് ബഹുമാനിച്ചിരിക്കായി മനുഷ്യനെ. ആ മലക്കിന്റെ ഉസ്താദായി സയ്യിദുനാ ആദം. തഫ്സീറുൽ ബഹറുൽ മുഹീത്ത് പറയുന്നുണ്ട്, മഹാനായ ആദം അലൈഹിസ്സലാം മലക്കുകളുടെ ഉസ്താദാ, മുഅല്ലിമുൽ മലായികയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പിശാചിന്റെ സ്വാധീനം ബോധ്യപ്പെട്ടാൽ അഊദു ചൊല്ലിക്കോളണം. മലക്കിന്റെ സ്വാധീനം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്ലീസിന് അലർജി അത് കേൾക്കുമ്പോൾ. ഒരു ദുആയില് അല്ലാഹുവിന്റെ ഖബൂലിയത്ത് ഉണ്ടാവാൻ അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ ഖബൂലിയത്ത് ഉണ്ടാവാൻ ഹംദ് ഇല്ലാത്ത കാര്യം, ബറക്കത്ത് ഇല്ലാത്തതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെ നോക്കി നിൽക്കും പിശാച്, ഹംദ് പറയുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിലോ ആ ഭക്ഷണം ആ മനുഷ്യന്റെ ശരീരത്തിൽ ദഹനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇബാദത്തിനുള്ള ഊർജമായി മാറേണ്ടത് ഈ ഭക്ഷണമാ. ഇബ്ലീസിന്റെ ഇടപെടൽ വരാൻ സാധ്യതയുണ്ട്. ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിയപ്പോൾ അകന്നു നിന്ന പിശാച് ഇതിന്റെ വിരാമത്തിൽ ഹംദ് ഉണ്ടോ എന്ന് നോക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ അടങ്ങേറൊന്നും അല്ലത്. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ സ്വാധീനവും മലക്കിന്റെ സ്വാധീനവും പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ പറയാൻ തുടങ്ങി. സ്വഹാബികൾ
കേട്ടിരിക്കെ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് രണ്ടും അങ്ങ് പറഞ്ഞു അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഈദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ വല്ലാഹു വാസിഉൻ അലീം. പിശാച് നിരന്തരം ഇടപെടുന്നോടത്ത് ദാരിദ്ര്യം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖർ, പിശാച് നിരന്തരം ഇടപെടുന്നോടത്ത് ബർക്കത്ത് പോയി. അപ്പൊ എന്ത് വരും? ദാരിദ്ര്യം വരും. എത്ര ഉണ്ടെങ്കിലും തികയാതെ വരും. അത് പൈസ തന്നെയല്ല കേട്ടോ, മനുഷ്യന്റെ ആർത്തി ദാരിദ്ര്യ. വല്ലാഹു യഈദുകും മഗ്ഫിറതൻ വഫദ്ലാ, മലക്കിന്റെ സ്വാധീനം ഉണ്ടാകുന്ന മനുഷ്യന് അള്ളാഹു പുറത്തു കൊടുക്കാണ്. എന്തുകൊണ്ട്? അവൻ നന്മയല്ല, അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കും. അതോടൊപ്പം തന്നെ വഫദ്ലാ, ബറക്കത്ത് ഏറ്റി കൊടുക്കും. ദുആ ചെയ്യാറുണ്ടോ? പടച്ച റബ്ബേ, എന്റെ വീട് മലക്കുകൾ കയറി ഇറങ്ങുന്ന വീടാവണേ അല്ലാഹ്. ബാരക്കണേ. പിശാചിനെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താൻ അൽ ബഖറ 7 ദിവസം തുടർച്ചയായി ഓതിയാൽ മതി. ഒരു അൽ ബഖറ ഓതിയാൽ 3 ദിവസത്തേക്ക് പിശാച് മറന്നെന്നെ പോകും. ആ വീട് പിശാച് വീട്ടിൽ വരാതിരിക്കില്ല. പിശാച് മച്ചന്റെ മുകളിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഫത്ഹുൽ ബാരിയിൽ ഹദീസുണ്ട്. ഓരോ വീടിന്റെയും മേൽക്കൂര വാർത്താൽ വീട് എന്ന് പറയപ്പെടുന്നതിന്റെ ആ അവസ്ഥയിൽ എത്തിത്തുടങ്ങിയാൽ ഉടനെ പിശാച് വന്നിരിക്കും അതിന്റെ മുകളിൽ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഫത്ഹുൽ ബാരിയിൽ ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയല്ല. മേൽക്കൂര വന്നു കഴിഞ്ഞാൽ പിശാച് വരും. മേൽക്കൂര വന്ന കാക്കയും പ്രാവും കിളിയൊക്കെ വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു അത് മാത്രല്ല വരാ, പിശാചും വന്നിരിക്കും. രാവിലത്തെ ചായയും കടിയും കൊണ്ടുവെക്കുമ്പോഴേക്കും നസലോ, അവര് ഇറങ്ങി വരും. അതായത് കാലത്ത് മുതൽ പെർക്കാത്തുണ്ടെന്ന്. ആര്? സുബഹി കഴിഞ്ഞ് ചായയും ബിസ്ക്കറ്റ്, അപ്പോഴേക്കും ആരിറങ്ങി വരും? പിശാച് ഇറങ്ങി വരും. ആ സമയം ഇത് കഴിക്കുന്ന ആള് ബിസ്മി ചൊല്ലിയാൽ അവൻ പട്ടിണിയാണേ, ഇന്ന് ഞാൻ പട്ടിണിയാണേ എന്ന് പറഞ്ഞ് കരഞ്ഞു ഓടിയാകലുമെന്ന് ഖാല റസൂലുള്ളാഹി. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ഹദീസ്. അപ്പൊ പിശാചിന്റെ എല്ലാ വീട്ടിലും പിശാചുണ്ട്. സന്ധ്യ ആയ 10 ദിക്ർ ഇല്ലെങ്കിൽ ആരും വരില്ല എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. മലക്ക് കയറണം, മലക്കുകൾ കയറി ഇറങ്ങേണ്ട വീടാണേ. പണ്ട് ദിക്ർ സ്വലാത്തും വേണമെന്നൊക്കെ പറഞ്ഞു. മലക്ക് വരണം. മലക്ക് വന്നാൽ ബറക്കത്താ, മലക്ക് വന്നാൽ ബറക്കത്താണെന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലാഹു യഈദുകും മഗ്ഫിറതൻ മിൻ വഫദ്ലൻ വല്ലാഹു വാസിഉൻ അലീം. അൽ ബഖറ. പുണ്യനബി ഓതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ വഴിക്ക് പോവാൻ പാടില്ല. പിശാചിന്റെ വഴിക്ക് പോവല്ലേ ഖുർആന്റെ ഉപദേശം. പിശാചിന്റെ വഴി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അപ്പൊ അതല്ലാത്തൊരു വഴിയുണ്ടല്ലോ, പിശാചിന്റെ വഴി അല്ലാത്തൊരു വഴിയുണ്ടല്ലോ. അത് ഒന്നേ ഉള്ളൂ കേട്ടോ, അത് ഒന്നേ ഉള്ളൂ. ഉക്കടം, കോയമ്പത്തൂർ ടൗണിൽ ഉക്കടം അല്ലെ, ഉക്കടം എന്നല്ല പറയാ, കോയമ്പത്തൂർ അല്ലെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. കുറച്ചാണ് നീങ്ങി കഴിഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട്. അതിലങ്ങനെ കയറി എങ്ങോട്ടാ എന്ന് ഇറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. എപ്പോ ചെന്നാലും മാറിപ്പോണ ഒരു വഴിയാണത്. ഇങ്ങനെ കിടക്കാം. നമുക്ക് പോകാനുള്ള സ്ഥലം എങ്ങനെ വന്നാലും ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി മാറിപ്പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം തെറ്റിപ്പോയത്. പിന്നെ അത് തിരിച്ചാ വഴിയിലേക്ക് വരണമെങ്കിൽ പിന്നെയും കുറെ കറങ്ങി വരണം. ഈ പിശാചിന്റെ വഴി എങ്ങനെയാ? പിശാചിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, മാറിപ്പോവും. എന്നാ അതല്ലാത്ത നമ്മോട് പറഞ്ഞ ഒറ്റ വഴിയുള്ളൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, പല സ്വഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് പല കിതാബുകളിലും പല ഉദ്ധരണിയിൽ കാണുന്നുണ്ട്. ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത ഫഖാല ഹാദാ സബീലുല്ലാഹ്. തുർമുദി, അബൂദാവൂദ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരച്ചു. നമ്മുടെ മക്കള് പഠിക്കുന്ന പഠനത്തിൽ, പ്രത്യേകിച്ച് സയൻസിന്റെ ഏതെങ്കിലും സബ്ജക്റ്റുകളാണെങ്കിൽ, വേണ്ട കൊമേഴ്സ് ആണെങ്കിൽ വരയ്ക്കാനുണ്ട് ഒരുപാട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കും, 10ാം ക്ലാസ്സിൽ ഉണ്ടാവും.
അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലുണ്ടാവും ചെവിയുടെ പടം വരയ്ക്കാനുണ്ടാവും, കണ്ണിന്റെ പടം വരയ്ക്കാനുണ്ടാവും. അതിന് 5 മാർക്ക്. അങ്ങനെ ഉണ്ടാവില്ല. ഈ വരച്ചിട്ട് കാണിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെന്താ? വരച്ച് കാണിക്കേണ്ടത് അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട, ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. അന്ന് വരച്ചിരുന്നു, റെറ്റിന വരച്ചിരുന്നു, ലെൻസ് വരച്ചിരുന്നു, കണ്ണിന് വരച്ചപ്പോ, അതുപോലെ തന്നെ ഇൻകസ് മാലിയസ് ടേപ്പിസ് അസ്ഥികൾ വരച്ചിരുന്നു ചെവി വരച്ചപ്പോ. അങ്ങനെ വരച്ചത് കൊണ്ട് വരച്ചത് ഉറച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. വരച്ചത് എഴുതിയത് ഉറച്ചു, വായിച്ചത് പറന്നുപോയി. അങ്ങനെ വായിച്ചു പഠിച്ചു നോക്കപ്പോ പത്രം വായിച്ചു, കാലത്ത് രാവിലെ സുബഹി ഇനിയിപ്പോ പത്രം വായിച്ചു, എന്തൊക്കെ ഓർക്കണില്ല. നമ്മൾ എഴുതിയതോ അത് ഓർമ്മയുണ്ടോ? എന്നാ വരയ്ക്കാൻ, എഴുതാ, കുറിക്കുക, ഇതിന് ഒരു വലിയ ആധികാരികത ഉണ്ട്. ഈ കണ്ട വയത് മുഴുവൻ പറഞ്ഞിട്ടും ഒരിക്കൽ നബി തങ്ങൾ ഒരു വര വരച്ചു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കണ്ട ഉപദേശം മുഴുവനും ഉപദേശിച്ചു. എന്നിട്ട് ഒരു ദിവസം ഒരു വര വരച്ചു. വരച്ചിട്ട് പറഞ്ഞു, നേരായ ഒരു വര അറ്റത്തുനിന്ന് തുടങ്ങി ഈ അറ്റം വരെ. എന്നിട്ട് സ്വഹാബത്തിനെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിലേക്കുള്ള വഴി. ثم خط خطوطا عن يمينه وشماله, പിന്നെ അതിന്റെ തുടങ്ങിയോടത്തുനിന്ന് തന്നെ തുടങ്ങി അവസാനിച്ചോടത്ത് തന്നെ അവസാനിച്ച് ചുറ്റിലുമായി മറ്റേ കുറെ വരകളും വേറെ വരച്ചു. തുടങ്ങിയോടത്തുനിന്ന് തുടങ്ങി, ആദ്യത്തെ വര തുടങ്ങിയോടത്തും തുടങ്ങി, അത് അവസാനിച്ചോടത്ത് അവസാനിക്കാൻ വേറെ വര വരയ്ക്കുന്ന സ്വാഭാവികമായി അതിന്റെ മുകളിൽ കൂടെ വരാതിരിക്കാൻ വളക്കേണ്ട വരും. അപ്പൊ പിന്നെ വരച്ച വരകളൊക്കെ വളഞ്ഞു 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 പോയ വരകളാണ്. വളഞ്ഞ വരകൾ കുറെ ചുറ്റിലും വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലും മുതഫർരിഖ, ഇത് വളഞ്ഞ വഴിയാണ്. വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഇതിൽ ഓരോന്നിന്റെ മുകളിലും പിശാച് ഉണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ഓരോ വരയുടെ മുകളിലും പിശാചുണ്ട്. ആ നടുക്ക് നേരെ വരച്ച വരണ്ടല്ലോ, അതിന് പറയും സിറാത്തും മുസ്തഖീം. അതിലൂടെ പോണേ അല്ലാ, അപ്പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. ചാടിയാ പറ്റൂല. അപ്പൊ നമ്മളത് ചാടാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു എന്നല്ല. 17 റക്അത്ത് ഫർദ് നിസ്കാരത്തിലും ആ വര നടുവില വര വിട്ട് ചാടിക്കല്ലേ അല്ലാ, അപ്പുറേക്ക് ചാടിക്കരുത്. 17 പ്രാവശ്യം നമ്മൾ നിസ്കാരത്തിന്റെ അകത്തുകൂടി അത് ദുആയിരുന്നു ഫാത്തിഹയിലൂടെ. നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെയും പോയിരുന്നു ദുആർക്കാനല്ല പറഞ്ഞത്, അത് ഗൗരവമുള്ള ദുആയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ള ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആകെ നിർബന്ധമുള്ള ഒരു ദുആ ഇതേ ഉള്ളൂ, വേറെ ഒരു ദുആയും നിർബന്ധമില്ല. ഒരേ ഒരു ദുആയെ നിർബന്ധമുള്ളൂ. ആ ദുആ വന്നത് അൽ ബഖറയിലല്ല, ആ ദുആ വന്നത് ഖുർആനിന്റെ ഖുർആനിന്റെ ഉള്ളടക്കം സൂറത്തുൽ ഫാത്തിഹയിലെ പ്രധാന ആയത്താണ്. ആ ഒരു ദുആ പറയാൻ വേണ്ടി അതിന്റെ മുമ്പ് 5 ആയത്ത് പറഞ്ഞത്. സൂറത്തുൽ ഫാത്തിഹയിലെ 6ാമത്തെ ആയത്താണ് ഏത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് പറയാൻ വേണ്ടിയിട്ടാണ് 5 ആയത്ത് അതിനു മുമ്പ് പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് ദുആയാണ്. ഒരു ദുആഇനെ പറയാൻ അതിന്റെ മുഖദ്ദിമയിൽ 5 ഖുർബാൻ പറഞ്ഞു. ഖുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പ്രകീർത്തിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട്? 6ാമത്തേത് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം, അത് കിട്ടണം. അത് ചുമ്മാ കിട്ടിയാൽ പോരാ, അതിന്റെ എല്ലാ ആധികാരികതയിലും കിട്ടണം. അത് അത്ര പ്രധാനമുള്ള ദുആയാണ്. അതുകൊണ്ട് ദുആന്റെ അദബുകളിൽ പാലിക്കേണ്ട ഖുർബാൻ. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മൾ ദ്വാരക്കാരന്റെ പടച്ചോനെ കടമാണ് അള്ളാഹ് നീ വീട്ടിൽ തരണേ, ദ്വാരക്കാരന്റെ നല്ല ദുആയാ, ദ്വാരക്കണം. അങ്ങനെയല്ല ദ്വാരക്കേണ്ടത്. അല്ലാഹുവേ, ഈ കണ്ടതൊക്കെ നീ എനിക്ക് തന്നല്ലോ അല്ലാ, ഒരു കാലത്ത് ഞാൻ നന്നായി ജീവിച്ചു അല്ലാ, എനിക്കൊരുപാട് ശമ്പളമുള്ള ഒരു കാലമുണ്ടായിരുന്നു അല്ലാ, എന്റെ അക്കൗണ്ടിൽ ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അല്ലാ, ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നിരുന്നു, അത് നീ തന്നതാണ് അല്ലാ, ആ ആവശ്യത്തിന്റെ പേരിൽ എനിക്കൊരു കടം വന്നിട്ടുണ്ട്, അതും നീ തന്നതാണ് അല്ലാ, ആ കടം നീ വിട്ടണേ അല്ലാ. ഈ 2 ദുആയും തമ്മിൽ മാറ്റൂല്ലേ? ആദ്യം ദ്വാരുന്ന അല്ലാഹു കടം കൊണ്ട് പഠിച്ചവനെ നീ എന്നെ അടങ്ങാറാക്കല്ലേ, കടം നീ അങ്ങോട്ട് വീട്ടിൽ താട്ടെ അല്ലാ. ആ ദുആയും 2ാമത് ദ്വാരൊന്നും വ്യത്യാസമല്ലേ? ഞാനിപ്പോ അലിക്കുഞ്ഞിക്കാട് അടുത്തുനിന്ന് ഒരു 5000 രൂപ ചോദിക്കാണ്. അലിക്കുഞ്ഞിക്കാട് എനിക്ക് തരാൻ തീരുമാനിച്ചതുമാണ്, സങ്കല്പിക്കാണ് കേട്ടോ. ഇനി ഇത് കഴിയുമ്പോൾ അലിക്കുഞ്ഞ കാശ് നീ ഉസ്താദിന് കൊടുത്തോ എന്ന് ആരും ചോദിക്കാൻ നിൽക്കണ്ട, ഒരു സങ്കല്പികമായിട്ടുള്ള അല്ലെ, സ്ഥിരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയും, എന്താ കഴിഞ്ഞ വർഷം ഇതേ ആവശ്യത്തിന് ഞാൻ സമീപിച്ചപ്പോ അന്ന് 5000 തന്നിരുന്നു, ഈ വർഷം ഇതേ അത് സമയമായിട്ടോ, അത് ഇൻഷാ അല്ലാഹ് നേരെ മറിച്ച് 5000 കൂടെ തരാത്ത എന്താ എന്ന് ചോദിച്ചാ
ചില ആൾക്കാർ ദ്വാരക്കായിരിക്കണം, ഊണയിക്കായിരിക്കണം, അതിൽ ചെമ്പരം പടിഞ്ഞ് ഇങ്ങനെ ഇരിക്കും, എപ്പോൾ ഇവിടെ ഇലയിടും എന്ന രീതിയിലാണ് ദ്വാരക്കായിരിക്കണേ. എന്തോ അവിടെ കൊടുത്തിട്ട് മേടിക്കാൻ വന്നിരിക്കണേ. എവിടെ? പഠിച്ചവന്റെ അടുത്ത് ചോദിക്കാനേ. രാജാതിരാധനായ തമ്പുരാന്റെ മുന്നിൽ വിനയമല്ല. ഈ ദുആഇന് 5 ഖുർബാൻ മുമ്പ് പറഞ്ഞു. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹീതമായ നാമങ്ങൾ കൊണ്ട്, നിന്റെ കരുണയുടെ പ്രതീകമായ വചനങ്ങൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അല്ലാഹ് നിനക്കാകുന്നു. അർ-റഹ്മാനിർ റഹീം, നീ കാരുണ്യവാനല്ലേ അല്ലാഹ്, കരുണാനിധിയല്ലേ അല്ലാഹ്. മാലിക് യൗമിദ്ദീൻ, വിധി പറയുന്ന ദിവസത്തിന്റെ അധിപൻ നീയല്ലേ അല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിലെ സർവ്വസഹായാർത്ഥനയും നിന്നിലൂടെയല്ലാതെ അല്ല അല്ലാഹ്. 5 കാര്യം പറഞ്ഞത് അള്ളാഹിനെ പ്രകീർത്തിച്ച. 6-ാമത്തെ എന്താ നമ്മുടെ ആവശ്യം? എന്താ ആവശ്യം? ഞങ്ങളെ നല്ല വഴിക്ക് നീ വിടണം അല്ലാഹ്. ഒരു ഉള്ളടക്കം എന്ന സ്വഭാവത്തിൽ വന്ന ഈ അധ്യായത്തിൽ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പാടില്ല. അതെന്റെ പ്രോട്ടോകോളിനെതിരാ. ചുരുക്കി പറയട്ടെ എന്ന് പറഞ്ഞാൽ ചുരുക്കി തന്നെ പറഞ്ഞോളണം. 5 മിനിറ്റ് കൊണ്ട് പറയട്ടെ എന്ന് പറഞ്ഞാൽ വഴുതു പറയാൻ പാടില്ല. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകണം. അല്ല, അങ്ങനെ 2 വാക്ക് പറഞ്ഞ ഉസ്താദ് എന്ന സാധാരണ കല്യാണ പന്തലിൽ വെച്ച് പറയാറ്. അവിടെ നിന്നിട്ട് ഞാൻ ഈ മാതിരി ആയത്തതി സോതി വാരിക്കോരി പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഞാൻ വന്ന ആൾക്കാർ മുഴുവൻ തല്ലാൻ വരും. 2 വാക്ക് പറയാൻ പറഞ്ഞു, 2 വാക്ക് പറഞ്ഞു. ഉള്ളടക്കം, ഖുർആന്റെ ഉള്ളടക്കം ഉമ്മുൽ ഖുർആനാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആന്റെ മൊത്തം അതിലുണ്ട് ഉള്ളടക്കം. ഈ ഉള്ളടക്കത്തിൽ പിന്നെ വിശദീകരണം ഇല്ല. വിശദീകരണം അതിന് ശേഷം 113 അധ്യായ. ഈ ഒരൊറ്റ അധ്യായത്തിന്റെ വിശദീകരണ അൽ-ബഖറ മുതൽ അന്നാസ് വരെ. എന്നിട്ടും ഈ ഒരു അധ്യായത്തില് ഈ 6-ാമത്തെ ആയത്തിന്റെ ബാക്കി 7-ാമത്തെ ആയത്ത് വന്നത് 6-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനാണ്, വിശദീകരണ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയാണ് ആ ഒരു വഴി. ഏത് വഴി? ആ ഒരു വഴിയല്ലാത്ത എല്ലാ വഴിയിലും വഅലാ കുല്ലി സബീലിൻ മിൻഹാ വഹാദിഹി സുബുലും മുതഫർരിഖ വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ. ചുറ്റും കണ്ട ആ എല്ലാ വഴിയിലും ഒരുപാട് വഴികളുണ്ട്, അതിലൊക്കെ പിശാചുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാ വഴി? നീ നിഅമത്ത് ചെയ്തവരുടെ വഴി, പിശാച് പോവാത്ത വഴി. വഴി എന്ന് പറഞ്ഞെന്താ? വഴി എന്ന് പറഞ്ഞെന്താ? ഞാൻ വിശദീകരിക്കുന്നില്ല. വഴി എന്ന് പറഞ്ഞാൽ എന്താ വഴി? റോഡ് ആണോ? അല്ല. ROAD അല്ല വഴി, അതതിന്റെ വേറെ വാക്ക്. വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അത് ശരിയാണ്, നോക്കിക്കോ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവാനായി നിശ്ചയിക്കപ്പെട്ടതും മുമ്പ് കുറെ ആളുകൾ അതിലൂടെ പോയതും ഇനി കുറെ ആളുകൾ പോവാനുള്ളതുമായ എന്തോ ഒന്ന്, അതാണ് വഴി. ഇപ്പൊ പുതുമനപ്പറമ്പിന് പോവാം. ഈ പറമ്പിക്കട, ഈ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലെ പറമ്പിലൂടെ ചൂളക്കടവ് അഷ്റഫ്ക്കാട് മുറ്റത്തോടെ ചാടി അപ്പുറത്തോടെ ചാടി ആ തോട് വട്ടം കിടന്ന് എവിടെ എത്താം? പുതുമനപ്പറമ്പ് പള്ളിയുടെ അവിടെ എത്താം. നിശ്ചയിക്കപ്പെട്ട വഴി അതാണോ? അല്ല. നിശ്ചയിക്കപ്പെട്ട വഴിയാണെങ്കിൽ എത്തേണ്ട സമയത്ത് തന്നെ അത് എത്തും. നിശ്ചയിക്കപ്പെടാത്ത ഇടത്തിലൂടെ പോയാൽ എത്താം, എത്താതിരിക്കാം. എത്തിയാൽ തന്നെ സമയത്തിന് മുമ്പ് എത്താം, അല്ലെങ്കിൽ സമയം കഴിഞ്ഞെത്താം. അതല്ലേ വഴിയല്ലാത്ത, അല്ലേ? എന്നാൽ ബസ്സിൽ കയറുന്ന വഴി കണ്ടിട്ടില്ലേ? എങ്ങനെ കയറാ? KSRTC ബസ്സാണെങ്കിൽ 2 വഴിയുള്ളത്. ഒരു വഴി നമുക്ക് നിശ്ചയിക്കപ്പെട്ടതല്ല, അതിൽ ആ മറ്റേ ആൾ മാത്രമേ കയറുള്ളൂ. ആര്? ഡ്രൈവർ. പിന്നൊരു വഴിയുണ്ട്, ആ ഒരു വഴി അപ്പോഴുണ്ട് ഒരു പഹയൻ. മണ്ടന്മാരെ, നിങ്ങൾ ആ വഴിക്ക് പോവല്ലേ? ഒരാൾക്ക് സുഖമായി കടക്കാൻ പറ്റുന്ന വിൻഡോ കണ്ടോ? സീറ്റിന്റെ സൈഡിലുള്ള വിൻഡോ. ആ ടയറിൽ ചവിട്ടി അതിലൂടെ തല ആദ്യം ഇട്ട് പിന്നെ നീന്തി നീന്തി കിടക്കണം അങ്ങട്. അവനും ബസ്സിൽ കയറിയോ? അപകടമാണ്. പോലീസ് കണ്ടാൽ കുറ്റമാണ്. അവൻ ആ ടയറിൽ ചവിട്ടി കയറിയത് അപകടമാണ്. അപ്പൊ നിശ്ചയിക്കപ്പെട്ട നേരായ വഴി തന്നെ പോയില്ലെങ്കിൽ അപകടപ്പെടുത്തും. ആ ബസ്സിലേക്ക് കയറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ചുറ്റും കയറാനുള്ള വഴികളുണ്ടെന്ന് പറയാവുന്നതിലൊക്കെ വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ.
എന്തുണ്ട്? അപകടമുണ്ട്. അപ്പോ പിശാച് കയറാൻ സാധ്യതയുള്ള വഴികൾ ഇനി കേട്ടോളൂ. അല്ലാഹുവിന്റെ മുന്നിൽ ഇവൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് പറഞ്ഞിട്ടുണ്ട്, ഖാല ദഹബ ഫമോ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉഹും ജസാഅൻ മഗ്ഫൂറാ. നമുക്ക് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്നും നിശ്ചയിച്ചിരിക്കുന്ന വഴി സ്വർഗത്തിലേക്ക് അല്ലാഹു തരട്ടെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ നിഅമത്ത് ചെയ്തവരുടെ വഴി. അവർ കുറെ പേര് പോയത് ആ വഴിയിലൂടെയാണ്. ആ വഴിയിലൂടെ പോയവർക്ക് പറയും ബദരീങ്ങൾ എന്ന് പറയും. ആ വഴിയിലൂടെ പോയവർക്ക് പറയും അമ്പിയാക്കൾ എന്ന് പറയും. ഞാൻ ബദരീങ്ങൾ എന്ന് കരുതി കൂട്ടി പറഞ്ഞതാ, അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ ഖുർആനിലുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുൻപേ കഴിഞ്ഞു പോയ ആളുകളുടെ വഴി അവരാരാ? മിനൽ മുഹാജിരീന വൽ അൻസാർ, അവർ മുഹാജിറുകളും അൻസാറുകളുമാണെന്ന് ഖുർആൻ. സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇങ്ങനെ 5 വാക്ക് ഖുർആനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചേകന്നൂര് മരിക്കുമായിരുന്നില്ല, കാണാതെ പോവുമായിരുന്നില്ല. അയാൾ പറഞ്ഞെന്താ? ഈ 5ഉം ഖുർആനിലില്ലെന്നാ. ഏതാ? സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഈ 5 വാക്ക് ഖുർആനിലില്ല. അതുകൊണ്ട് നിസ്കാരം 5 ഇല്ല, 3 ഉള്ളൂ എന്നാ മൂപ്പര് പറഞ്ഞത്. അതും ഉറപ്പില്ലായിരുന്നു എന്നുള്ളതാ. 5 വക്കത്ത് നിസ്കാരത്തിന്റെ പേര് പറയാത്ത ഖുർആൻ ആ വഴിക്കടെ പോയ ആളുകളുടെ പേര് പറഞ്ഞപ്പോ പ്രാധാന്യം എന്തുണ്ട് നോക്കണം. 5 വക്കത്ത് നിസ്കാരത്തിന്റെ പേര് പറയാത്ത ഖുർആൻ ആ വഴിയിലൂടെ പോയ ആളുകളെ പറഞ്ഞു മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിരീങ്ങളും അൻസാറുകളാ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ പറഞ്ഞ അല്ലദീന 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 അവരാരാണെന്നറിയുമോ? അല്ലദീന അവരൊരു വിഭാഗം ആളുകളാണ്. യുസല്ലൂന ഇലൽ ഖിബ്ലതൈനി ജമീഅ, 2 പ്രാവശ്യം ഖിബ്ല പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അത് 2ലും മുത്തനബിയുടെ കൂടെ നിന്ന് നിസ്കരിച്ചവരാണ്. വഹും അഹ്ലു ബദർ, അവർ ബദരീങ്ങളാണ് എന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തു. അപ്പൊ മഹാന്മാർ പോയ വഴി അത് ഇബ്ലീസ് പോവില്ല. ഇബ്ലീസിനെ പോകാൻ കഴിയില്ല. അവൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കള്ള ടാക്സി ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അവന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കാം. നമുക്ക് നിശ്ചയിച്ച വണ്ടിയുണ്ട്, അതിലേ പോവാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവൻ അള്ളാന്റെ മുന്നിൽ പറഞ്ഞു, പടച്ചോനെ ഞാൻ പോയി ഇരിക്കുന്നത് ആ വഴിയിലായിരിക്കട്ടെ. ഇബ്ലീസ് വഴിയിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ ആ വഴി മുടക്കം വരുത്തപ്പെട്ട വഴിയാണ് എങ്കിൽ പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ ആ മനുഷ്യന് കഴിയില്ല. അങ്ങനെ ഉണ്ട്. ഹജ്ജിന് തടസ്സം കാണപ്പെടുന്നത്, ഒരു മനുഷ്യൻ പിന്തിപ്പിക്കുന്നത് അവന് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇബ്ലീസ് വഴി കയറിയിട്ടുണ്ടെന്ന അതിനർത്ഥം ഖുർആന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും പറയാം. ഏതായാലും ഇബ്ലീസ് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനേ എനിക്ക് അവരെ പ്രതിരോധിക്കാൻ, മനുഷ്യരെ പ്രതിരോധിക്കാൻ, എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ, അവർ പോകുന്ന വഴിക്ക് ഞാൻ ഉണ്ടാവുമുള്ള, അതായത് അവർ പോകാനുള്ള വഴിക്ക് ഞാൻ ഉണ്ടാവും. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിക്കാൻ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ പിശാചിന്റെ സ്വാധീനമുണ്ട്, അവന് വഴികളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ ആ വഴികളെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിശാചിന്റെ വഴികളെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ 4-ലധികം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ചർച്ചയുണ്ട്. അൽ ബഖറ 168, അൽ ബഖറ തന്നെ 208, അൻആം 142, സൂറത്തുൻ നൂറിന്റെ 21. പിശാചിന്റെ വഴികളാ, പിശാച് പോകുന്ന വഴികളാ. വിശദീകരിക്കുന്നില്ല, ആയത്തിന്റെ നമ്പർ പറഞ്ഞു എന്നുള്ളൂ. ഖുതുവാത്ത് ശൈത്താൻ എന്ന് കാണും, ഖുർആൻ എടുത്തു നോക്കിയാ അതായി പറഞ്ഞു. അങ്ങനെ കാണാറില്ലേ? ഖുതുവാത്ത് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഒരായത്ത് വിശദീകരിക്കാം. സൂറത്തുൻ നൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ
ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. വിശദീകരിച്ച തീരുല്ല, പെട്ടെന്ന് പറയാം. അല്ലാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളെ, പിശാചിന്റെ വഴിക്കേ നിങ്ങൾ പോവല്ലേ. പിശാചിന്റെ വഴിക്ക് പോകുന്ന ആൾക്ക് ഒരിക്കലും നിസ്കാരത്തിൽ ഏകാഗ്രതയില്ലെന്ന് ഖുർആൻ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പല ചിന്തയും വരുന്നു എന്ന് പറയുന്നുവെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് പിശാചിന്റെ വഴിയിലായതുകൊണ്ടാ നിസ്കരിക്കുമ്പോഴും ആ വഴിക്ക് തന്നെ നിസ്കാരം പോണത്. ചിലര് പറയാറുണ്ട് ഹജ്ജോടുകൂടെ ഞാൻ നന്നാവുമെന്ന്. എന്നാൽ ചിന്തിച്ചോ, ഹജ്ജ് ചെയ്താൽ നന്നാവുമെന്ന് ഉറപ്പില്ല, അതിനു മുമ്പ് നന്നായേ പറ്റൂ. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, 70 വയസ്സുള്ള വാപ്പ നിസ്കരിക്കാൻ വേണ്ടി 28-30 വയസ്സുള്ള മകൻ ദുആരക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട്? 70 വയസ്സായിട്ടും അദ്ദേഹത്തിന് നിസ്കരിക്കണമെന്ന് തോന്നലില്ല എങ്കിൽ അദ്ദേഹം ഒരു മദ്യപാനിയല്ല, ഹറാമുകളുമായി ബന്ധമില്ല. എന്നുണ്ടോ നിസ്കരിക്കാതിരിക്കലെന്നെ ഹറാമാണല്ലോ. ഒരു മനുഷ്യൻ നന്നാവാ എന്നത് പ്രായമായിട്ടല്ല, നേരത്തെ മുതൽ. ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു ബലം പിടുത്തം വേണം. നമ്മുടെ ശരീരം ബലം പിടിച്ചില്ലെങ്കിൽ പിശാചിന്റെ പാത്രത്തിലേക്ക് വഴുതാം. നമ്മൾ ബലം പിടിച്ചു കൊണ്ടുപോകണം. ഇത്തിരി ക്ഷീണമുണ്ട്, ഉറക്കക്ഷീണ, എന്നാലും അത് വകവെക്കല്ലേ. ആ സമയത്തിന് തന്നെ നിസ്കരിക്കണേ, അതിന് തന്നെ എഴുന്നേൽക്കണേ. നിസ്കാരം കഴിഞ്ഞപ്പോ തന്നെ ഉറക്കം വരുന്നു എന്നാൽ പരമാവധി പിടിച്ചു നിൽക്കണേ. സുബഹി ഖളാ ആകുന്നൊരു സമയമുണ്ട്, അതിന്റെ ഇടയിൽ ഉറങ്ങാൻ നിൽക്കല്ലേ. ബിരിസിന് വലിയ ഇഷ്ടം. സുബഹി കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങരുത്. സുബഹി കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങരുത്. ബുദ്ധി കുറച്ച് കളയുന്ന ഇടപാടാണത്. അറ്റ്ലീസ്റ്റ് ആ നിസ്കാരം കളാവുന്ന ഉദയം എന്ന് എഴുതിയേക്കുന്ന ഒരു സമയമുണ്ട്, അതെങ്കിലും കഴിയാൻ കത്ത്. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ദുഹായൊക്കെ നിസ്കരിച്ചിട്ടാണെങ്കിൽ ഒന്ന് കിടക്കാം, കുഴപ്പമില്ല. രാവിലെ ചിലപ്പോൾ ഉറക്കം വേണ്ടി വരും ചിലർക്ക്. ആ ദുഹാ നിസ്കരിക്കാൻ അനുവദിക്കപ്പെട്ട സമയം ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ്. അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, പിന്നെ ആ പ്രശ്നമല്ല. ഏതായാലും പിശാചിന്റെ വഴിക്ക് നിങ്ങൾ പോകല്ലേ. പിശാചിന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് നല്ല വിചാരം വരൂല, നല്ല വിചാരം വരൂല. മയ്യത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാ വൽ മുൻകർ. മോശമായ ചിന്തകൾ വരും. കാരണം ഇബ്ലീസ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് നിസ്കാരമല്ലാത്ത സമയം മുഴുവൻ അതിലായതുകൊണ്ട് നിസ്കാരത്തിൽ വന്നപ്പോഴും നമ്മൾ തന്നെയുള്ളപ്പോൾ ആ പണിയിലുണ്ട്, നമ്മൾ തന്നെയുള്ളപ്പോൾ നിസ്കാരത്തിലുള്ള. എന്റെ പ്രിയമുള്ളവരെ, യഹ്യാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനെ ഒരിക്കൽ വഴിയിൽ കണ്ടു. ആരാണ് യഹ്യാ അലൈഹിസ്സലാം? കണ്ണ് ചിമ്മുന്ന സമയം പോലും അല്ലാ എന്ന വിചാരം മനസ്സിന്ന് പോവാത്ത ഒരാളുണ്ടായി ഈ ലോകത്ത്. ആ മനുഷ്യന്റെ പേരായ യഹ്യാ. കണ്ണ് ചിമ്മുന്ന നേരം പോലും അല്ലാ എന്ന വിചാരം മനസ്സിന്ന് പോവാതെ ഒരായുസ് തുടങ്ങി അവസാനിച്ച മഹാന്റെ പേരാ മഹാനായ യഹ്യാ. 2 വയസ്സുള്ളപ്പോ വഅദിന് പോകുമായിരുന്നു. ഖുർആൻ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ. അല്ലാഹു പറഞ്ഞു യഹ്യാ നബിയോട്, പരിശുദ്ധ തൗറാത്ത് എടുത്തുകൊണ്ട് വഅദ് പറയണേ. ഖുദിൽ കിതാബ ബിഖുവ്വ. 2 വയസ്സിൽ മഹാനവറുകൾ തൗറാത്ത് എടുത്ത് വഅദ് പറഞ്ഞു. ആ മഹാന് 40 വയസ്സാകുമ്പോൾ കിട്ടേണ്ട നുബുവത്തിന്റെ പക്വത. 40 വയസ്സിൽ ഏതെങ്കിലും ഒരു തന്ത, ഏതെങ്കിലും ഒരു വാപ്പ 40 വയസ്സുകാരനായപ്പോ കിട്ടിയ പക്വതയല്ലാട്ടോ. അള്ളാന്റെ നബി എന്ന പദവിയിൽ ഒരാളെത്തിയ 40കാരന്റെ പക്വത എന്തോ. ആ പക്വത മഹാനവറുകൾക്ക് കിട്ടിയത് 3-ാമത്തെ വയസ്സിൽ. എത്ര വയസ്സിലാ?
ആ യഹ്യാ നബി അലൈഹിസ്സലാം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇബ്ലീസിനെ വഴിയിൽ കണ്ടപ്പോ ഒരിക്കൽ ചോദിച്ചു, മഹാനവറുകൾ ചോദിച്ച ഇബ്നി ആദം, മനുഷ്യന്റെ സൈക്കോളജി എന്താ നീ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇബ്നി ആദം ഇന്ദക്കും, മനുഷ്യന്റെ സൈക്കോളജിയെ കുറിച്ച് ഇബ്ലീസ് നീ എന്താ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞേ. ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യ സൈക്കോളജി അനുസരിച്ച് ഞങ്ങൾ 3 കാറ്റഗറിയിലെ മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ സിൻഫും മിൻഹും, ഒന്നാമത്തെ അമ്മാ സിൻഫുൻ മിൻഹും ഫഹുവ മിസ്ലുക മഅസൂമുൻ. ഒന്നാമത്തെ കാറ്റഗറി ഞങ്ങൾക്ക് ഒരിക്കലും വഴി പിഴപ്പിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളുള്ളതാ, അത് അങ്ങയെ പോലുള്ളവർ അതിലാ ഉള്ളതെന്ന് യഹ്യാ നബിയോട് യഹ്യാ നബിയോട് ഇബ്ലീസ് പറയുകയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയുള്ളവർ വഴി പിഴപ്പിക്കാൻ കഴിയില്ല. അത് ഖുർആനിലുള്ളതാണ്, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യില് കുട്ടികളുടെ കയ്യിൽ പന്തിരിക്കുന്ന പോലെ, കുട്ടികളുടെ കയ്യിൽ പന്തിരുന്നു കഴിഞ്ഞാൽ അവർ കുറച്ചേരം കഴിയുമ്പോൾ ഇങ്ങനെട്ട് കറക്കും, അങ്ങനെട്ട് കറക്കും, താഴ്ത്തിട്ട് തട്ടും. അങ്ങനെ കുട്ടികൾ പന്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. മൂന്നാമത്തെ വിഭാഗം സൈക്കോളജി അനുസരിച്ച് മൂന്നാമത്തെ വിഭാഗം ഏറ്റവും ഗൗരവം അവരുടെ കാര്യത്തിലാണ്. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത നുഖ്ബിലു അലാ അഹദിഹിം, അവരുടെ ഇടയിലേക്ക് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റും, എന്നിട്ട് ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു കഴിയുമ്പോൾ തന്നെ അവർ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങും. ഞങ്ങള് കുറെ സമയം അവിടെ ചെലവാക്കിയാണ് അവരെ ചീത്തയാക്കിയത്. ഞങ്ങളോട് മാറിക്കഴിയുമ്പോൾ തന്നെ അള്ളാഹു അതിൽ പെടുത്തിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി ഞങ്ങള് പോന്നു കഴിയുമ്പോൾ അവർ അള്ളാഹുലേക്ക് മടങ്ങും. അവരാ ഏറ്റവും കടുപ്പക്കാർ എന്ന് ഇബ്ലീസ് യഹ്യാ നബിയോട് പറയാം. അള്ളാഹു ഇബ്ലീസിന്റെ കെണിയിൽപ്പെടാതെ 2 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ആ 2ലും അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അള്ളാഹു സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അള്ളാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അള്ളാഹ്, അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ടും പ്രയാസം കൊണ്ടും വിഷമിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകുക അള്ളാഹ്. ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ അള്ളാഹ്. ഫലസ്തീനികൾക്ക് റബ്ബേ ശാശ്വത മോചനം നൽകുക അള്ളാഹ്. അള്ളാഹു ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകുക അള്ളാഹ്. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.